500 വർഷത്തെ ചരിത്രമുള്ള ബാബറി മസ്ജിദ് തകർത്തതിന്റെ ആഘോഷമാണ് അയോധ്യയിൽ നടക്കുന്നതെന്ന് സംവിധായകൻ പ്രശാന്ത് ഈഴവൻ. SIO സംഘടിപ്പിച്ച വംശീയ വിരുദ്ധ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബറി മാത്രമാണ് നീതി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പാർലമെന്റാണ് അയോധ്യയിൽ നിർമ്മിക്കുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ഈ പ്രതിഷ്ഠാ ദിനം ആചരിച്ചുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിർമ്മിക്കുന്നത് രാമക്ഷേത്രമല്ല, അവിടെ നിർമ്മിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റ് ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്ന, അവർ സ്വപ്നം കാണുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ്. 5 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ബാബരി മസ്ജിദ് തകർത്തതിന്റെ ആഘോഷമാണ് നടക്കുന്നതെന്ന് സംവിധായകൻ പ്രശാന്ത് ഈഴവൻ വ്യക്തമാക്കി. 500 വർഷങ്ങളോളം ചരിത്രമുള്ള ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞ് അവിടെ അവരുടെ സവർണ ഹൈന്ദവരുടെ ആഘോഷത്തിന്റെ അർമാദിക്കലിന്റെ ഒരു സമയത്താണ് നമ്മൾ ഇന്ന് അതിനെതിരെയുള്ള പ്രതിഷേധക്കാരുടെ ഒത്തുകൂടിയിരിക്കുന്നത്. പൊതുപ്രവർത്തകൻ ബാബുരാജ് ഭഗവതി, ആക്ടിവിസ്റ്റ് ജോളി ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ രാമനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള മതേതരത്വത്തിൻ്റെ മൊത്തം ഒരു ഫാബ്രിക്കിനെ അട്ടിമറിക്കാനുള്ള ആ കുതന്ത്രത്തിന് എതിരായി തന്നെ നിൽക്കും, ശബ്ദിക്കും എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ബാബറി മസ്ജിദിനെതിരെയുള്ള വലിയൊരു കലാപവും ബാബറി മസ്ജിദ് ഒരു വലിയ വിവാദ പ്രശ്നമായി ഇന്ത്യൻ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് സാമുദായിക രാഷ്ട്രീയം മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. സമുദായങ്ങളുടെ ഒരു ഐക്യത്തെയാണ് രാമക്ഷേത്ര നിർമ്മിതിയിലൂടെ ഇല്ലാതാകാൻ പോകുന്നത്. SIO സംസ്ഥാന സെക്രട്ടറി മിസ്ഹബ് ഷിബിലി പ്രമേയം അവതരിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പരിസരത്ത് നടന്ന വംശീയതാ വിരുദ്ധ സമ്മേളനത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ്, GIO പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. മീഡിയ 1 കോഴിക്കോട്.